സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ നിന്ന് IT മിഷനെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു. ഇന്ന് തുടങ്ങാനിരുന്ന കേന്ദ്ര ഏജൻസിയുടെ ട്രയൽ റണ്ണും മാറ്റിവെച്ചു. കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരുമെന്നതിൽ നയപരമായ തീരുമാനം വേണമെന്നാണ് വിലയിരുത്തൽ. റേഷൻ വിതരണത്തിൽ നിന്ന് IT മിഷനെ ഒഴിവാക്കാനുള്ള നീക്കം റിപ്പോർട്ടർ വാർത്തയാക്കിയായിരുന്നു. വാർത്ത ചർച്ചയാക്കിയതോടെയാണ് ഫയൽ മുഖ്യമന്ത്രിക്ക് വിടാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. റിപ്പോർട്ടർ ഫോളോ അപ്പ്. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, അക്കാര്യത്തിൽ ഇനി മുഖ്യമന്ത്രിയായിരിക്കും ഒരു തീരുമാനമെടുക്കുക. NIC വേണമോ IT മിഷൻ വേണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി എടുക്കും. പക്ഷേ IT വകുപ്പ് മുഖ്യമന്ത്രിയുടേതായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുഖ്യമന്ത്രി അതിൽ നിന്ന് പിൻവലിയുകയാണെങ്കിൽ അതൊരു ക്ഷീണവുമാകും. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ? IT മിഷനെ കൂടുതൽ ശാക്തീകരിക്കുകയാകും അടുത്ത നടപടി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് വേണ്ടതും. കാരണം കേരളത്തിൽ വലിയ തോതിൽ IT മേഖലയിൽ വൻ കുതിപ്പ് എന്ന് നമ്മൾ അവകാശപ്പെടുകയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലാണ് റേഷൻ വിതരണത്തിലും ഈ ആധാർ വഴിയുള്ള റേഷൻ വിതരണം സുഗമമാക്കുന്നതിലും അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങളിലും മസ്റ്ററിങ്ങിലുമെല്ലാം IT മിഷൻ വലിയ പരാജയമായി മാറുന്നത്. അങ്ങനെ ഒരു പരാജയം മാറുന്നതിന് പിന്നിൽ എന്താണ് എന്ന് ചോദിച്ചാൽ IT മിഷന് തന്നെ കൃത്യമായി ധാരണയില്ല. സെർവർ ആണെങ്കിൽ സെർവർ കൂടുതൽ വാങ്ങാം എന്നൊക്കെ അറിയിച്ചിട്ടും പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ് എന്നതിൽ IT മിഷൻ ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയായ NICയെ സമീപിക്കാൻ പൊതുവിതരണ വകുപ്പ് ആലോചന തുടങ്ങുകയും ഇന്ന് മുതൽ ട്രയൽ റൺ നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. ഈ ട്രയൽ റൺ സിവിൽ സപ്ലൈസ് കമ്മീഷണർ തന്നെ സ്ഥിരീകരിച്ചിരുന്നതാണ്. ട്രയൽ റൺ നടത്താൻ ആലോചനയുണ്ട് എന്നത്. ആ നിലയിലാണ് നമ്മൾ വാർത്ത കൊടുക്കുന്നത്. IT മിഷനെ എന്തുകൊണ്ട് തഴയുന്നു, ഒഴിവാക്കുന്നു എന്നത് സംബന്ധിച്ച്. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് തീരുമാനം മുഖ്യമന്ത്രി എടുക്കട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട IT ഏജൻസിയെ മാറ്റി കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരുന്നതിൽ ഒരു നയപരമായ ഒരു പോളിസി ഡിസിഷൻ്റെ കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് തീരുമാനം വിട്ടിരിക്കുന്നത്. സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് IT മിഷനെ കൂടുതൽ ശാക്തീകരിക്കാനുള്ള നടപടികൾക്ക് സാധ്യതയുണ്ട്. IT മിഷന് തന്നെ ഈ ചുമതല തിരികെ ഏൽപ്പിക്കുമെന്നാണ് ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ IT മിഷന് തന്നെ ഈ ചുമതല നൽകിയേക്കും. മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാനായി ഫയൽ വിട്ടിരിക്കുന്നുവെന്നാണ് ആദിൽ പാലോട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.